നമ്മുടെ ശരീരം ഭംഗിയായും സ്മാർട്ടായും ഊർജ്ജസ്വലതയോടെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു ബയോകെമിക്കൽ കോമ്പൗണ്ട്, അതേപോലെ തന്നെ യൗവനയുക്തമായ ഒരു മാജിക്കൽ കോമ്പൗണ്ടാണ് ഗ്ലൂട്ടതയോൺ. ഇന്ന് ഗ്ലൂട്ടതയോൺ പല വിധത്തിൽ വിപണിയിൽ അവൈലബിൾ ആണ്. ഇഞ്ചക്ഷൻസ് ആയിട്ടും ടാബ്ലറ്റുകളായിട്ടും ക്യാപ്സ്യൂളുകളായിട്ടും അതേപോലെ പൗഡർ ഫോമിലും ഒക്കെ എഫർവസൻ മോഡിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തുനിന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. നമ്മുടെ ഓരോ സെല്ലിലും ഇത് കാണപ്പെടേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകുന്നത്? പലതരത്തിലുള്ള ടോക്സിൻസിനോടുള്ള നമ്മുടെ എക്സ്പോഷർ, അതേപോലെ തന്നെ മദ്യപാനം പോലുള്ള നമ്മളുടെ ഹാബിറ്റുവൽ ചേഞ്ചസ്, അതേപോലെ നമ്മളുടെ ഫുഡിലുണ്ട് അടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവുകളുടെ കൂടുതൽ, ഇവയൊക്കെ കാരണം നമ്മളുടെ ശരീരത്തിനുള്ളിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നു. മറ്റൊരു കാരണം ദീർഘകാലമായി ഉണ്ടാകുന്ന അവയവങ്ങളുടെ ഇൻഫ്ലമേഷൻസ്, ഡയബറ്റിക്സ്, അങ്ങനെയുള്ള ചലഞ്ചസിലൊക്കെ ഈ ഗ്ലൂട്ടതയോൺ എന്ന ഒരു ബയോകെമിക്കൽ കോമ്പൗണ്ട് കുറയുന്ന ഒരവസ്ഥ വരുന്നു. അതേപോലെ നമ്മൾക്ക് കാണാം ഇത് ചില ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസിലും ഗ്ലൂട്ടതയോണിൻ്റെ അളവ് കുറയുകയാണ്. ഓട്ടിസം, ADHD പോലുള്ള കണ്ടീഷൻസ്, ന്യൂറോ ഡീജനറേറ്റീവ് ആയിട്ടുള്ള ജനറ്റിക് ഡിസോർഡറുകളിലും പലപ്പോഴും ഈ ഗ്ലൂട്ടതയോൺ എന്ന കോമ്പൗണ്ടിൻ്റെ അളവ് വളരെ അതേപോലെ തന്നെ ഈ ഗ്ലൂട്ടതയോൺ ആണ് മൈറ്റോകോൺട്രിയയിൽ നമ്മുടെ എനർജി ഹൗസായ മൈറ്റോകോൺട്രിയയെ ഒന്ന് എനർജൈസ് ചെയ്യുകയും അതിൻ്റെ ആ ഒരു ഹാബിച്വൽ ആക്ഷൻസിനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും നമ്മളറിയാതെ നമ്മളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഈ ഘടകം പലപ്പോഴും ഈ ഓട്ടിസം പോലുള്ള കണ്ടീഷൻസിൽ ഇത് കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലിനെ ആണ് അവരുടെ തോട്ട് പ്രോസസ്സും കോഗ്നിറ്റിവിറ്റിയും, അവരുടെ ശരീരത്തിനുള്ളിൽ സംസാരം പോലുള്ള കാര്യങ്ങൾ, മൂഡ് സ്വിങ്സ്, ഹോർമോണൽ ഡിസോർഡേഴ്സ് ഇവയൊക്കെ ബാധിക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളെപ്പോഴും ഗ്ലൂട്ടതയോൺ പുറത്തു നിന്ന് സപ്ലിമെൻ്റായി കൊടുക്കേണ്ടി വരുന്നത്. അപ്പം ഗ്ലൂട്ടതയോൺ ശരിക്കും അറിയപ്പെടുന്നത് വെളുക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്കിൻ ഗ്ലോയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടായിട്ട് തന്നെയാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ സ്കിന്നിന് കളർ തരുന്നത് മെലാനിനാണ്. മെലാനിനും ഫിനോമെലാനിനും ഉണ്ട്. അപ്പോൾ ഈ മെലാനിൻ കളർ ഉൽപ്പാദിപ്പിക്കുന്നത് തടസ്സം വരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ടൈറോസിനസ് എന്ന എൻസൈമിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടോ ആണ് ഈ ഗ്ലൂട്ടതയോൺ ഇതിന് ഈ സ്കിന്നിന് ഒരു എനർജി കൊടുക്കുകയും കളർ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഗ്ലൂട്ടതയോണിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ സ്കിൻ വൈറ്റനിങ്. അപ്പോൾ ഗ്ലൂട്ടതയോൺ എടുക്കുന്നവർക്ക് ലിവർ ഡീറ്റോക്സ്, ബ്രെയിൻ ഡീറ്റോക്സ്, മെൻ്റൽ വെൽബീയിങ്, ഈ ഗട്ട് ഡീറ്റോക്സ് ഇവയെല്ലാം കൂടെയാണ് കിട്ടുന്നത്. അതേപോലെ പലപ്പോഴും പ്രായമായ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഇറക്ഷണൽ ഡിസോർഡറിനും ഗ്ലൂട്ടതയോൺ സഹായിക്കുന്നതായി പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.